മക്കളെ കോട്ടക്കൽ ട്രേഡ് സിറ്റിൻ്റെ നേരെ ബാക്കിൽ ഒരു വെറൈറ്റി ഷോപ്പ് വന്നിട്ടുണ്ട്. ചൂണ്ടക്കട എന്ന പേരിലാണ് ചൂണ്ടലുകൾ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. നമ്മുടെ ട്രേഡ് സിറ്റിൻ്റെ ബാക്കിലുള്ള ഒരു കേക്കിൻ്റെ ഷോപ്പുണ്ട്, അതിൻ്റെ മുകളിലാണ് ഈ ഷോപ്പ് ഉള്ളത്. അതിന് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ വെറൈറ്റി ചൂണ്ടലും ഇവിടെ കിട്ടുന്നു. ചൂണ്ടലുകൾക്ക് ആവശ്യമായ മീനിനെ പിടിക്കാൻ ആവശ്യമായ ഫിഷിങ്ങിന് ആവശ്യമായ എല്ലാ റീലുകളും അതിൻ്റെ പിന്നെ കൊളുത്ത് കൊക്ക പിന്നെ ഇര വരെ ഇപ്പോൾ അതാണ് പ്ലാസ്റ്റിക് ആട്ട മണ്ണിര വരെ അതിലുണ്ട്. അതാണ് രസം. ഇതിന് വില വരുന്നത് ഈ ചൂണ്ടലിനൊക്കെ വില വരുന്നത് വെറും 500 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. വളരെ സുന്ദരമായ രീതിയിൽ എല്ലാവർക്കും കൊണ്ടെടുക്കാൻ പറ്റുന്ന മടക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ളതാട്ടോ. അത് വളരെ അടിപൊളി കട. ഇങ്ങനത്തെ ഒരു കട നമ്മളെ ഏരിയയിൽ ഉണ്ടാവില്ല. സാധാരണ ഞാൻ പറഞ്ഞു ചെയ്തു, കാരണം ഇത് ഇങ്ങനെ വന്ന കട ഉള്ളത് നമ്മളെ ഏകദേശം തീരദേശ ഭാഗത്താണ്, കടൽ ഏരിയയിലാണ് കണ്ടത്. ഈ കരുത്ത് നമുക്ക് യുവാക്കൾക്ക് ഇന്നത്തെ ഹരമാണല്ലോ ഈ ഇങ്ങനെയുള്ള ഫിഷിംഗ് എന്നുള്ള സംഭവം. അതിന് പറ്റിയൊരു ഷോപ്പ് തന്നെയാണ്. കുറേ ആളുകൾ വരുന്നുണ്ട്. ഇതിന് പറ്റിയൊരു ഷോപ്പാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കട വരിക പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കടയും കൂടിയാണ്. ഇതിൻ്റെ ആളാണിത്. പിന്നെ ഇതിൻ്റെ ഇരകൾ നോക്കും. ഇരകൾ ഞാൻ കാണിച്ചു തരാം. ഇതിലൊക്കെ ചെമ്മീൻ വരെയുണ്ട്. ചെമ്മീൻ, അതുപോലെ മീനുകൾ, ചെറിയ നമ്മളെ നത്തോലിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ മീനുകളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ 500 രൂപയാണ് വരുന്നത്. പക്ഷേ ഇതൊന്ന് വാങ്ങിയാൽ മതി. കാലാകാലത്തിന് നമുക്ക് ഇര കൊടുക്കണ്ട. ഇരൻ്റെ വേസ്റ്റ് ഇല്ല. നമ്മൾ ആ ഇര നോക്കുമ്പോൾ വേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്നുമില്ല. പിന്നെ സ്മെല്ലില്ല, ഒന്നുമില്ലാത്തൊരു പ്ലാസ്റ്റിക്. ഇത് മണ്ണിര ഇതാണ് മണ്ണിര കേട്ടോ. അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്, മണ്ണിര വരെ. അങ്ങനെ ഇതൊക്കെ നമ്മൾ ഒറ്റട്ടം വാങ്ങിയാൽ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് അവർ പറഞ്ഞത്. ഏതായാലും ഇങ്ങനത്തെ ഒരു കടകൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ പുതിയൊരു ബിസിനസ് ആശയമാണ് നമ്മളെ നമ്മുടെ തീരദേശ ഏരിയയിലെങ്കിലും ഇന്നത്തെ കാലത്തെ ആളുകൾ അങ്ങനെ നമ്മളെ പുഴകളിലൊക്കെ ഇങ്ങനെ ഇതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് സംഗതിയാണ്. ഫിഷിങ്ങിൻ്റെ കാലമാണെങ്കിൽ മഴക്കാലം. ഈ മഴക്കാലത്തിന് ഇങ്ങനെ ഷോപ്പ് ഓപ്പൺ ആകുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ നല്ല പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും വരിക എന്നുള്ളതും ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ വരിക എന്നുള്ളതും ഇതൊക്കെ ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും ഇങ്ങനെയുള്ള ഷോപ്പുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുമാണ് എന്നുകൂടെ കൂട്ടിച്ചേർക്കുകയാണ്. നന്ദി.